ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരത്തായി 5 സെൻറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന മനോഹരമായൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 4 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ടെടുക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. നല്ലൊരു പഞ്ചായത്ത് ടാറിംഗ് റോഡിന് അഭിമുഖമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് കവേടോടുകൂടി വരുന്ന ഒരു കാർ പോർച്ചിലേക്കാണ്. 3 വണ്ടി ഈസി ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇനി വരാനുണ്ട്. ഓൾറെഡി ഇന്റർലോക്ക് കട്ട വിരിച്ചു കഴിഞ്ഞു, ഇനി ഗ്രാസും കൂടി വരാനുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഈ വീടിൻ്റെ മെയിൻ ജലസ്രോതസ്സിനായിട്ട് കിണർ വെള്ളം കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനവും നമുക്ക് കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. 5 സെൻറ്റ് സ്ഥലം വരുന്നത് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും നമുക്ക് അത്യാവശ്യം പെരുമാറാനുള്ളൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ചെറിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോറ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. കയറി വരുന്നത് ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന നല്ലൊരു ലിവിംഗ് ഹാളിലേക്കാണ്. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ലിവിംഗ് ഹാൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഈ ഭിത്തിയിൽ മനോഹരമായ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന ഈ ഒരു സ്പേസിലായി മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു മോഡേൺ സ്റ്റൈലിലാണ് അതിൻ്റെ നിർമ്മാണം. താഴെയായി സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്. സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം എല്ലാ ബെഡ്റൂമിലും കിച്ചണിലടക്കം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ തന്നെയാണ്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. മനോഹരമായ ഹാങ്ങിങ് ലൈറ്റുകളും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ അകത്തേക്ക് ചെല്ലാം. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. അവിടെയെല്ലാം കബോർഡ് വർക്കുകളും സിങ്കെല്ലാം കൊടുത്ത് മനോഹരമാക്കി ഫുൾ കവേഡോടുകൂടി വരുന്ന ഒരു വർക്ക് ഏരിയയാണ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂം ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇതിനും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ കബോർഡ് വർക്കെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് കബോർഡ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. സെറ ബ്രാൻഡിൻ്റെ കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്ക് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്നും സീലിംഗിൽ നിന്നാണ് ഇവിടെ ഷവറും ലൈറ്റും കൊടുത്തിരിക്കുന്നത്. ഇനി വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂം ഏകദേശം ഒരു 125 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും സീലിംഗ് ഫാനും കബോർഡ് വർക്കെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് തിരിച്ചു വരാം. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. മനോഹരമായൊരു ഡിസൈനോടുകൂടി വരുന്ന വാഷ് കൗണ്ടറാണ്. നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റെയർ കേസും നമുക്ക് കാണാം. വുഡൻ ഫിനിഷിൽ വരുന്ന മാറ്റ് ടൈലുകളാണ് സ്റ്റെയർ കേസിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്.
ഈ കാണുന്ന ഭിത്തിയിലെല്ലാം നല്ല ക്ലോസ്ഡ് വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് എല്ലാ ഭാഗത്തേക്കും ലഭിക്കുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഒരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വിശാലമായൊരു ഹോളിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്ന സ്പേസ് നമ്മൾ താഴെ ലിവിംഗ് ഹാളിൽ നിന്ന് കണ്ട ആ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ ആണ്. ഇവിടെ നിന്നും താഴെ ആര് വന്ന് ഇരുന്നാലും നമുക്ക് മുകളിൽ നിന്നും തന്നെ വ്യൂ ലഭിക്കുന്ന രീതിയിലാണ് ആ ഡബിൾ ഹൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. താഴെ കണ്ട ബെഡ്റൂമുകളുടെ സെയിം അളവിൽ തന്നെയാണ് മുകളിലെ ബെഡ്റൂം എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെറ ബ്രാൻഡാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റഡി ടേബിൾ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെയാണ്. വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദവിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരത്തായി 5 സെൻറ്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,25 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.